ഡിയർ സ്റ്റുഡൻസ്, പീരിയോഡിക് ടേബിളിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഏർലിയർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ഒരുപാട് സയന്റിസ്റ്റുകൾ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എലമെന്റുകളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ട്രയാഡ്സ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, അതുപോലെ മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ, ഈ മൂന്ന് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചത്. അതിൽ വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. എന്നാൽ മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. നമ്മൾ പഠിച്ചു മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ ഡ്രോബാക്ക് എന്തൊക്കെയാണെന്ന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു തെറ്റായ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് മെന്റലീവ്സ് പീരിയോഡിക് ലോ. മെന്റലീവ്സ് പീരിയോഡിക് ലോ പറയുന്നത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ അറ്റോമിക് മാസിന്റെ ഫംഗ്ഷൻ ആണെന്നാണ്. എന്നാൽ ആക്ച്വലി അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ് ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഏതൊരു എലമെന്റിന്റെയും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക, അറ്റോമിക് മാസ് അല്ല. അപ്പോ മെന്റലീവ്സ് പീരിയോഡിക് ലോ ഒരു തെറ്റായ ലോ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ മെന്റലീവ്സ് പീരിയോഡിക് ലോയെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം. അതിലെ തെറ്റായ ഭാഗം എടുത്ത് നമുക്ക് ഒരു അറ്റോമിക് മാസിന് പകരം അറ്റോമിക് നമ്പർ കൊടുക്കാം. അങ്ങനെ അറ്റോമിക് നമ്പറിന്റെ ബേസിൽ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഹെൻറി മോസ്ലി ഈ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് മെന്റലീവ്സിന്റെ പീരിയോഡിക് ലോയിലുള്ള ആ തെറ്റ് തിരുത്തുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ മെന്റലീവ്സ് പീരിയോഡിക് ലോയിലെ തെറ്റ് അല്ലെങ്കിൽ മെന്റലീവ്സ് പീരിയോഡിക് ലോയെ ഹെൻറി മോസ്ലി ഒന്ന് മോഡിഫൈ ചെയ്തു. ആ പീരിയോഡിക് ലോയ്ക്ക് പറയുന്ന പേരാണ്, മോഡിഫൈ ചെയ്ത പീരിയോഡിക് ലോയ്ക്ക് പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ലോ. ഓക്കെ, അപ്പൊ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു, മെന്റലീവ്സ് പീരിയോഡിക് ലോയെ ഒന്ന് മോഡിഫൈ ചെയ്തു. അതായത് അതിലുള്ള തെറ്റായ അറ്റോമിക് മാസ് എന്ന് പറയുന്ന ആ ടേം എടുത്തു മാറ്റിയിട്ട് അവിടെ അറ്റോമിക് നമ്പർ എന്ന് കൊടുത്തു. അതായത് ഏതൊരു എലമെന്റിന്റെയും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ്. എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഹെൻറി മോസ്ലി മോഡിഫൈഡ് മെന്റലീവ്സ് പീരിയോഡിക് ലോ ആൻഡ് ദ ലോ ഇസ് നോൺ ആസ് മോഡേൺ പീരിയോഡിക് ലോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? നമ്മൾ പറഞ്ഞു മെന്റലീവ്സ് പീരിയോഡിക് ലോയിലെ തെറ്റായ ആ ടേം മാത്രം എടുത്തു മാറ്റുന്നുള്ളൂ, അല്ലെ? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദയർ അറ്റോമിക് നമ്പർ, അല്ലെ? ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണെന്നാണ് പറഞ്ഞത്. മെന്റലീഫ് എന്താണ് പറഞ്ഞത്? അത് അറ്റോമിക് മാസിന്റെ ഫംഗ്ഷൻ ആണെന്നാണ്. അത് തെറ്റാണ്, അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ലോയെ പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ലോ. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്നത്? എന്താ മോഡേൺ പീരിയോഡിക് ലോ? The physical and chemical properties of elements are the periodic function of their atomic number. ഏതൊരു എലമെന്റിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ്, അതിന്റെ അറ്റോമിക് നമ്പറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഈ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, മോഡേൺ പീരിയോഡിക് ടേബിൾ. Okay, based on the modern periodic law, an arrangement of elements was introduced. ആ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ, ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ ഇവിടെ പോകുന്നത് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ഇവിടെ എലമെന്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ്,
അല്ലെ, ഓരോ എലമെന്റുകളെയും അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ, അറ്റോമിക് നമ്പർ ഏറ്റവും കുറഞ്ഞിടത്ത് നിന്ന് കൂടിയതിലേക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ടാണ്. ആ പീരിയോഡിക് ലോയ്ക്ക് പറയുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ലോ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദയർ അറ്റോമിക് നമ്പർ. അല്ലെ, അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര പീരിയഡ്സ് ആണുള്ളത്? ആകെ 7 പീരിയഡുകൾ. അല്ലെ, നമ്മുടെ ഹൊറിസോണ്ടൽ റോസിനാണ് പീരിയഡ് എന്ന് പറയുന്നത്. ആകെ 7 പീരിയഡുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് പീരിയഡ്സ്. അല്ലെ, ഹൊറിസോണ്ടൽ റോസിനെ നമുക്ക് പീരിയഡ് എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള ഈ റോയെ നമുക്ക് പീരിയഡ് എന്ന് വിളിക്കാം. ഇങ്ങനെ 7 പീരിയഡുകളാണ് ഇവിടെ ഉള്ളത്. 1, 2, 3, 4, 5, 6, 7 പീരിയഡുകൾ. ഗ്രൂപ്പുകൾ എത്രയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ടുണ്ട്. 1 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം, അല്ലെ, വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് 18 ഗ്രൂപ്പുകളും ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെ, ഇലക്ട്രോണുകളെ അതിന്റെ ഓർബിറ്റലിൽ അറേഞ്ച് ചെയ്യുന്നത്, ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് കാണിക്കാം. ഒരേ രീതിയിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരുപോലെയുള്ള എലമെന്റുകൾ ഒരേ ഗ്രൂപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. അതുകൊണ്ട് ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾക്കെല്ലാം സെയിം പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്തപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ്? ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റുകളെല്ലാം ഒരേ ഗ്രൂപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ പഠിച്ചു 7 ഹൊറിസോണ്ടൽ റോസ് അല്ലെങ്കിൽ 7 പീരിയഡ്സും 18 വെർട്ടിക്കൽ കോളംസ് അല്ലെങ്കിൽ 18 ഗ്രൂപ്പ്സുമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളതെന്ന് പഠിച്ചു. നമുക്ക് പീരിയഡും ഗ്രൂപ്പും പ്രത്യേകം എടുത്ത് പഠിക്കാം. അപ്പോൾ പീരിയഡ്, ഇതില് ഒന്നാമത്തെ എത്ര പീരിയഡാണ് ഉള്ളത്? 7 പീരിയഡുകളാണ് ഉള്ളത്. അല്ലെ, ഇതിൽ ഒന്നാമത്തെ പീരിയഡ്, ഫസ്റ്റ് പീരിയഡ് ഏറ്റവും കുറഞ്ഞ എലമെന്റുകളുള്ള പീരിയഡാണ് ഫസ്റ്റ് പീരിയഡ്. ആകെ 2 എലമെന്റുകളാണ് ഫസ്റ്റ് പീരിയഡിലുള്ളത്, ഹൈഡ്രജനും ഹീലിയവും. അല്ലെ, അപ്പൊ ഈ ഇവിടെ ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് പീരിയഡ് ആണ്, ഒരു പീരിയോഡിക് ടേബിളിലെ ഷോർട്ടസ്റ്റ് പീരിയഡ് ആണ് ഫസ്റ്റ് പീരിയഡ്. ആകെ 2 എലമെന്റുകളാണ് ഇവിടെ ഉള്ളത്. ആ എലമെന്റുകൾ ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇനി ഇവിടെയുള്ള ഈ രണ്ട് എലമെന്റുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് എന്താണ്? 1s ഓർബിറ്റൽ അല്ലെങ്കിൽ 1s ഓർബിറ്റലിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത്. ഹൈഡ്രജന്റെ കേസിൽ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുക്കാം 1s1. അല്ലെ, ഹീലിയത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുക്കാം 1s2. അതുകൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് പീരിയഡിലുള്ള എലമെന്റുകൾ അതിന്റെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 1s ഓർബിറ്റലിലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പീരിയഡ്, സെക്കൻഡ് പീരിയഡിൽ 8 എലമെന്റുകളാണുള്ളത്. ലിഥിയം തൊട്ട് നിയോൺ വരെയുള്ള എലമെന്റുകൾ, ലിഥിയം ടു നിയോൺ, ആകെ 8 എലമെന്റുകളാണുള്ളത്. ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 2 സബ്ഷെല്ലുകളിലാണ്, 2sലും 2pയിലും. അപ്പൊ സെക്കൻഡ് പീരിയഡിൽ ആകെ 8 എലമെന്റുകളാണുള്ളത്. ലിഥിയം തൊട്ട് നിയോൺ വരെയുള്ള 8 എലമെന്റുകളെയാണ് നമ്മൾ സെക്കൻഡ് പീരിയഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 2s ഓർബിറ്റലിലും 2p ഓർബിറ്റലിലുമാണ്. ഓക്കെ, ഇനി അടുത്ത പീരിയഡാണ് തേർഡ് പീരിയഡിലും 8 എലമെന്റുകൾ തന്നെയാണുള്ളത്. സോഡിയം ടു ആർഗൺ, സോഡിയം തൊട്ട് ആർഗൺ വരെയുള്ള എലമെന്റുകൾ, 8 എലമെന്റുകളെ ചേർന്നതാണ് തേർഡ് പീരിയഡ്. ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നതും 2 സബ്ഷെല്ലുകളിലായിട്ടാണ്, 3sലും 3pയിലും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ ഡിജിറ്റ്
ഓർബിറ്റലിന്റെ അടുത്തുള്ള ഈ ഡിജിറ്റിന് കറസ്പോണ്ടിങ് പീരിയഡിലാണ് ആ എലമെന്റുകൾ ഉൾക്കൊള്ളുന്നത്. തേർഡ് പീരിയഡ് 3s 3p കണ്ടില്ലേ. ഇനി ഫോർത്ത് പീരിയഡ്. ഫോർത്ത് പീരിയഡിൽ 18 എലമെന്റുകളാണുള്ളത്. 18 എലമെന്റുകൾ എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ടു ക്രിപ്റ്റോൺ, പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റോൺ വരെയുള്ള 18 എലമെന്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഫോർത്ത് പീരിയഡ്. ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്, ഫോർത്ത് പീരിയഡിൽ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 4s 3d 4p ഓർബിറ്റലുകളിലാണ്. 4s 3d 4p ഓർബിറ്റലുകളിൽ. ഓക്കെ, ഇനി അടുത്തത് ഫിഫ്ത്ത് പീരിയഡ്. ഫിഫ്ത്ത് പീരിയഡിലും 18 എലമെന്റുകൾ തന്നെയാണുള്ളത്. റുബീഡിയം ടു സിനോൺ, റുബീഡിയം തൊട്ട് സിനോൺ വരെയുള്ള 18 എലമെന്റുകൾ ഉൾപ്പെടുന്നതാണ് ഫിഫ്ത്ത് പീരിയഡ്. ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 5s 4d 5p ഓർബിറ്റലിലാണ്. 5s 4d 5p ഓർബിറ്റലുകളിലാണ് ഇലക്ട്രോൺസ് ഉൾക്കൊള്ളുന്നത്. ഇനി സിക്സ്ത് പീരിയഡ്. സിക്സ്ത് പീരിയഡിൽ 32 എലമെന്റുകളാണുള്ളത്. സീഷ്യം ടു റെഡോൺ, സീഷ്യം തൊട്ട് റെഡോൺ വരെയുള്ള എലമെന്റുകൾ ഉൾക്കൊള്ളുന്ന, അതായത് 32 എലമെന്റുകൾ ഉൾക്കൊള്ളുന്ന പീരിയഡാണ് സിക്സ്ത് പീരിയഡ്. ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 6s 4f 5d ആൻഡ് 6p ഓർബിറ്റലുകളിലായിട്ടാണ്. 6sലും 4fലും 5dയിലും 6pയിലും. അപ്പോൾ ഈ പീരിയഡാണ് ഏറ്റവും ലെങ്ത് കൂടിയ പീരിയഡായിട്ട് പീരിയോഡിക് ടേബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം 32 എലമെന്റുകളുള്ള പീരിയഡ്. അതുകൊണ്ട് തന്നെ ഈ പീരിയഡിനെ നമുക്ക് മോൺസ്റ്റർ പീരിയഡ് എന്ന് പറയാൻ പറ്റും. കാരണം ലോങ്ങസ്റ്റ് പീരിയഡാണ്, ഏറ്റവും കൂടുതൽ എലമെന്റുകൾ ഉൾക്കൊള്ളുന്ന പീരിയഡാണ് സിക്സ്ത് പീരിയഡ്. അതുകൊണ്ട് ഈ പീരിയഡിനെ നമുക്ക് മോൺസ്റ്റർ പീരിയഡ് എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് സെവൻത്ത് പീരിയഡ്. സെവൻത്ത് പീരിയഡ് ഇൻകംപ്ലീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സെവൻത്ത് പീരിയഡിലുള്ള എലമെന്റുകൾ ഓൾമോസ്റ്റ് കണ്ടുപിടിക്കപ്പെട്ടു, നെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം 32 എലമെന്റുകളാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പീരിയഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. പീരിയഡ് നമുക്ക് എത്ര പീരിയഡാണുള്ളത്? 7 പീരിയഡാണുള്ളത്. ഫസ്റ്റ് പീരിയഡ് ഷോർട്ടസ്റ്റ് പീരിയഡാണ്, ആകെ 2 എലമെന്റുകൾ അല്ലെ, ഹൈഡ്രജനും ഹീലിയവും അല്ലെ. സെക്കൻഡ് പീരിയഡ് 8 എലമെന്റുകളാണുള്ളത്, ലിഥിയം തൊട്ട് നിയോൺ വരെ. തേർഡ് പീരിയഡ് 8 എലമെന്റുകൾ തന്നെയാണുള്ളത്, സോഡിയം ടു ആർഗൺ. ഫോർത്ത് പീരിയഡിൽ 18 എലമെന്റ്സുകളാണ്, 18 എലമെന്റുകളാണുള്ളത്, പൊട്ടാസ്യം ടു ക്രിപ്റ്റോൺ. ഫിഫ്ത്ത് പീരിയഡിലും 18 എലമെന്റ്സ് ആണുള്ളത്, റുബീഡിയം ടു സിനോൺ അല്ലെ. സിക്സ്ത് പീരിയഡ്, ഇതിനാണ് നമ്മൾ മോൺസ്റ്റർ പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ 32 എലമെന്റ്സ് ആണുള്ളത്. 32 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 18 എലമെന്റ്സിനെ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഈ LA എന്ന് പറയുന്ന എലമെന്റ്, അറ്റോമിക് നമ്പർ 57 കണ്ടില്ലേ, ലന്താനം, ഇത് കഴിഞ്ഞിട്ട് വരുന്ന സീരീസ്, ഇതിനിടയിൽ വരേണ്ടതാണ് ഈ താഴെ കാണുന്ന അതേ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സീറിയം പ്രൊമിത്തിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ റോ അല്ലെ, ഇത് കണ്ടില്ലേ, ഇത് വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള 18 എലമെന്റുകളും ഇതും കൂടെ ചേർത്ത് 32 എലമെന്റുകൾ ഈ സിക്സ്ത് പീരിയഡിൽ വരുന്നതാണ്. ഈ പീരിയഡിനെ നമ്മൾ മോൺസ്റ്റർ പീരിയഡ് എന്ന് വിളിക്കുന്നു. അടുത്തത് സെവൻത്ത് പീരിയഡ്. സെവൻത്ത് പീരിയഡിലും 32 എലമെന്റുകളാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സീരീസ് കാണാൻ പറ്റും. ഇവിടെ ആക്ടിനിയം അറ്റോമിക് നമ്പർ 69 തൊട്ട് വരുന്നത് ഇവിടെയാണ്. അറ്റോമിക് നമ്പർ 89 തൊട്ടിട്ട് വരുന്നത് ഇവിടെ തോറിയം തൊട്ട് ഇങ്ങനെ വരുന്ന ഈ താഴെ കാണുന്ന സീരീസ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന 18 എലമെന്റുകളും ഈ താഴെ വരുന്ന ആക്ടിനോയിഡ്സും കൂടെ ചേർത്ത് 32 എലമെന്റുകൾ നമുക്ക് സെവൻത്ത് പീരിയഡിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പീരിയഡിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആകെ നമുക്ക് 7 പീരിയഡാണുള്ളത്. ഷോർട്ടസ്റ്റ് പീരിയഡ് ഫസ്റ്റ് പീരിയഡ് ആണ്, ലോങ്ങസ്റ്റ് പീരിയഡ് സിക്സ്ത് പീരിയഡുമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം 18 ഗ്രൂപ്പ്സ് ആണ്, 18 വെർട്ടിക്കൽ കോളംസ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. ഈ ഓരോ ഗ്രൂപ്പിലും ഉള്ള എലമെന്റുകൾ അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം വളരെ സിമിലർ ആയിരിക്കും അല്ലെ. ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെന്റുകളാണ് ഒരേ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് 1 നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. മെറ്റലുകളാണ് ആൽക്കലൈൻ ക്യാരക്ടറുള്ള, അല്ലെങ്കിൽ അതിന്റെ ഹൈഡ്രോക്സൈഡുകളും ഓക്സൈഡുകളൊക്കെ ആൽക്കലൈൻ ക്യാരക്ടറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് NS1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ആൽക്കലൈൻ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്.
അതുപോലെ ഈ എലമെന്റുകൾ കാൽഷ്യം പോലെയുള്ള എലമെന്റുകളാണ് ഗ്രൂപ്പ് 2-ൽ വരുന്നത്. എർത്ത് ക്രസ്റ്റിൽ ഒരുപാട് കൂടുതൽ കാണാൻ പറ്റുന്ന എലമെന്റുകളാണ്. അതുകൊണ്ടാണ് ആൽക്കലൈൻ എർത്ത് എലമെന്റ്സ് എന്ന പേര് വന്നത്. ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് NS2 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഗ്രൂപ്പ് 3 to 12, മൂന്നാമത്തെ ഗ്രൂപ്പ് തൊട്ട് 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. മെറ്റാലിക് ക്യാരക്ടറിൽ നിന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറിലേക്കുള്ള ഒരു ചേഞ്ച് നടക്കുന്ന ഭാഗമാണ് ഈ ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള ഭാഗം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസിഷൻ നടക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന പേര് കൊടുത്തത്. ദെൻ ഗ്രൂപ്പ് 13 വിളിക്കുന്ന പേരാണ് ബോറോൺ ഫാമിലി. അതിലെ ഫസ്റ്റ് എലമെന്റ് ആയ ബോറോണിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ബോറോൺ ഫാമിലി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NP1 എന്ന് കൊടുക്കാം. ഓക്കെ, 2p1, 3p1, 4p1 അങ്ങനെ വരും. അതുകൊണ്ട് ജനറൽ ആയിട്ട് NP1 എന്ന് കൊടുത്തു. ദെൻ ഗ്രൂപ്പ് 14ത്തിന്റെ പേര് കാർബൺ ഫാമിലി. കാർബൺ അതിലെ ഫസ്റ്റ് എലമെന്റ് ആണ്, അതിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. കാർബൺ ഫാമിലി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NP2 എന്ന് കൊടുക്കാം. ദെൻ ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NP3. ദെൻ ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാക്കോജൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാക്കോജൻസ് ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NP4. ദെൻ ഗ്രൂപ്പ് 17 പറയുന്ന പേരാണ് ഹാലജൻസ്. ഹാലജൻസ് ഹൈലി റിയാക്റ്റീവ് ആണ്. അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NP5 എന്ന് കൊടുക്കാം. ഓക്കെ, 2p5, 3p5, 4p5 അങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത്. ഗ്രൂപ്പ് 18, ഈ ഗ്രൂപ്പ് 18ന്റെ പ്രത്യേകത, ഇതിനെ നമ്മൾ വേറൊരു പേരിലും കൂടെ വിളിക്കുന്നുണ്ട്, നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും NP6 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. NP6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇവിടെ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ ഇലക്ട്രോണുകളുടെ ആവശ്യമില്ല, എന്നാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് തന്നെ അത് സ്റ്റേബിൾ ആണ്. ഈ ഇലക്ട്രോണുകളെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വാങ്ങുകയോ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? സ്റ്റേബിൾ ആണ്. ഇനി റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നോബിൾ ഗ്യാസിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്, കാരണം സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇനേർട്ട് ഗ്യാസ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഗ്രൂപ്പുകളെ കുറിച്ച് പറയാനുള്ളത്. ആകെ 18 ഗ്രൂപ്പുകളാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓരോ ഗ്രൂപ്പിന്റെയും പേരും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഓരോ ഗ്രൂപ്പും ഓരോ പീരിയഡും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.